നിലമ്പൂരിന്റെ ഹൃദയത്തിൽ നിന്ന് വിസ്മയകരമായ കരവിരുതുമായി എത്തുകയാണ് മുഹമ്മദ് അലി എന്ന ഇച്ചാപ്പ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെയുള്ള പ്രമുഖ വ്യക്തികളുടെ തടിയിലുള്ള രൂപങ്ങൾ അദ്ദേഹത്തിന്റെ കരവിരുതിൽ ജീവൻ തുടിക്കുകയാണ്. നിലമ്പൂരിന്റെ തടികൾ ഉപയോഗിച്ച് വൈവിധ്യമാർന്ന കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്ന ഇദ്ദേഹത്തിന്റെ കരവിരുത് അത്ഭുതപ്പെടുത്തുന്നതാണ്. ഒരു സാധാരണക്കാരനിൽ നിന്ന് കലാകാരനിലേക്കുള്ള ഇച്ചാപ്പയുടെ യാത്ര പ്രചോദനാത്മകമാണ്. അകമ്പാടം നമ്പൂരിപ്പൊട്ടിയിലെ ചെറിയൊരു വീട്ടിൽ നിന്നാണ് മുഹമ്മദ് അലി എന്ന ഇച്ചാപ്പ തന്റെ കരകൗശല യാത്ര ആരംഭിക്കുന്നത്. തേക്കിന്റെയും ഈട്ടിയുടെയും കഷ്ണങ്ങളിൽ വിസ്മയം തീർക്കുന്ന ഇച്ചാപ്പയുടെ കരവിരുത് ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്നു. പാരമ്പര്യമായി കിട്ടിയ തടിപ്പണിയിൽ ഇച്ചാപ്പ തന്റെ ഭാവനയും സർഗാത്മകതയും ചേർത്ത് അതിനെ കലയാക്കി മാറ്റി. ഓരോ തടിക്കഷ്ണവും അദ്ദേഹത്തിന് ഓരോ കഥയാണ്. അതിൽ നിന്ന് രൂപം കൊള്ളുന്ന ഓരോ സൃഷ്ടിയും ഓരോ ഇതിഹാസവും. ആദ്യമൊക്കെ ചെറിയ കൗതുക വസ്തുക്കളും വീട്ടുപകരണങ്ങളുമായിരുന്നു ഇച്ചാപ്പയുടെ കരവിരുതിൽ പിറവിയെടുത്തത്. എന്നാൽ കാലം പോകുന്തോറും അദ്ദേഹത്തിന്റെ കരവിരുത് വികസിച്ചു. തടിയിൽ ജീവൻ തുടിക്കുന്ന ശില്പങ്ങളും രൂപങ്ങളും അദ്ദേഹം സൃഷ്ടിക്കാൻ തുടങ്ങി. ഇച്ചാപ്പയുടെ കരവിരുത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ അദ്ദേഹത്തിന് കൂടുതൽ അവസരങ്ങൾ ലഭിച്ചു. പ്രാദേശിക ഉത്സവങ്ങൾക്കും പ്രദർശനങ്ങൾക്കും അദ്ദേഹം തന്റെ സൃഷ്ടികൾ അവതരിപ്പിച്ചു. ഓരോ സൃഷ്ടിയും കാണികളുടെ മനം കവർന്നു. ഇച്ചാപ്പയുടെ കരകൗശല വസ്തുക്കൾ കാണാനിടയായ സർക്കാർ ഉദ്യോഗസ്ഥൻ ചില സൃഷ്ടികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് സമ്മാനമായി നൽകി. മുഖ്യമന്ത്രിക്ക് ഇച്ചാപ്പയുടെ കരവിരുത് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നീട് ദുബായ് രാജാവിന് കേരള സർക്കാർ സമ്മാനമായി നൽകിയതും ഇച്ചാപ്പയുടെ കരകൗശല കലാരൂപമായിരുന്നു. ഇതോടെ ഇച്ചാപ്പയുടെ പേര് ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു. MT വാസുദേവൻ നായർ, M മുകുന്ദൻ, KS ചിത്ര, സംഗീത സംവിധായകൻ ഷിബു ചക്രവർത്തി തുടങ്ങി നിരവധി പ്രമുഖർ ഇച്ചാപ്പയുടെ കരവിരുതിൽ പിറവിയെടുത്ത സൃഷ്ടികൾ സ്വന്തമാക്കി. ഓരോ കലാകാരനും ഇച്ചാപ്പയുടെ കരവിരുതിനെ പ്രശംസിച്ചു. ഇന്ന് ഇച്ചാപ്പയുടെ കരകൗശല വസ്തുക്കൾക്ക് കേരളത്തിൽ മാത്രമല്ല ഗൾഫ് നാടുകളിലും ഇസ്രായേലിലും നിരവധി ആരാധകരുണ്ട്. അദ്ദേഹത്തിന്റെ കരവിരുതിൽ പിറവിയെടുത്ത ഓരോ സൃഷ്ടിയും ഓരോ കഥയാണ് പറയുന്നത്. ഓരോ തടിക്കഷ്ണത്തിലും ഈ കലാകാരന്റെ ജീവനും സ്വപ്നങ്ങളുമുണ്ട്. ഈ തിരക്കിനിടയിലും തന്റെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ ഇച്ചാപ്പ മറക്കാറില്ല. കൃത്യമായ വ്യായാമവും ആരോഗ്യകരമായ ഭക്ഷണ രീതിയും അദ്ദേഹം പിന്തുടരുന്നു. തന്റെ കരവിരുതിന്റെ രഹസ്യം ചോദിച്ചാൽ മനസ്സിനും ശരീരത്തിനും നൽകുന്ന ആരോഗ്യം തന്നെയാണെന്ന് ഇച്ചാപ്പ പറയും. ഇപ്പോ വർക്കുണ്ട് അറിയപ്പെട്ട് മറ്റത് നമ്മളെ ഇത് എവിടെ ചെയ്യണം എവിടെ കൊടുക്കണം എന്നറിയാത്ത ഒരവസ്ഥയിലായിരുന്നു ആദ്യം. അങ്ങനെ അതിന് മാർക്കറ്റ് എവിടെയാണെന്ന് അറിയില്ല. നമ്മൾ ഇവിടെ നിന്ന് കോഴിക്കോട് കൊണ്ടുപോകും അല്ലെങ്കിൽ വയനാട് കൊണ്ടുപോകും. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് അറിയില്ലായിരുന്നു. പിന്നെ അതറിഞ്ഞ് വന്ന് ഇപ്പോൾ നമുക്ക് ഗൾഫ് രാജ്യങ്ങൾക്ക് പുറത്തുനിന്ന് ഇപ്പോൾ ഒക്കെ ഓർഡറുകൾ വരുന്നുണ്ട്. ദുബായിക്ക് ഇപ്പോൾ ഇതിൻ്റെ വലിയൊരു മൊമെൻ്റ് 2 ബൂട്ട് വെച്ചിട്ടുള്ളത് അവിടെ ഒരു ഇൻ്റർനാഷണൽ ക്ലബ്ബാണ്, വലിയ ക്ലബ്ബാണ്. ഗവൺമെൻറ്റിൻ്റെ എന്തോ അംഗീകാരമുള്ള ഒരു ക്ലബ്ബാണ്. അതിൻ്റെ ഫൈനൽ ഇപ്പോൾ 28-ാം തീയതിയാണ്. അല്ല ഇതല്ല, അതൊന്ന് ചെയ്ത് കൊണ്ടുപോയി. അത് ഡബിൾ ബൂട്ടായിട്ട് അതങ്ങനെ ചെയ്തു കൊടുത്താൽ അവർ ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞ് നമ്മൾ പറഞ്ഞതിലേറെ നമുക്കൊരു പോക്കറ്റ് മണിയൊക്കെ അധികം തന്ന് അവർ തന്നെ ഇനി കുറേ ഓർഡറുകൾ അവർ വേറെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട കുറേ ആളുകൾക്ക് കൊടുക്കാൻ പറ്റും. ടൈലർ എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ കുടുംബം മൊത്തം ഒരു ടൈലർമാരാണ്. അമ്മമാർ, ജ്യേഷ്ഠന്മാർ, പിന്നെ ഉമ്മാക്കൊക്കെ അറിയാം ടൈലറിങ്. അപ്പോൾ ആ നിലക്ക് ടൈലറിങ്ങിൽ വന്ന് ഇത് ചെറുപ്പം മുതലേ എൻ്റെ ഒരു രീതിയിലാണെങ്കിലും ഞാൻ ചെയ്യുമെങ്കിലും വീട്ടിലിങ്ങനെ വെക്കുക എന്നല്ലാതെ അതിൻ്റെ ഒരു ബിസിനസ് എന്താണെന്ന് അറിയില്ലായിരുന്നു. പിന്നെ അങ്ങനെ ഗൾഫിൽ പോയി 25 വർഷം ഗൾഫിലുണ്ടായി. എൻ്റെ ഇടയ്ക്കൊന്ന് നിർത്തിയൊന്ന് ഇവിടെ ഒരു കട, ഒരു ഷോപ്പ്, തുണിഷോപ്പും ടൈലർ ഷോപ്പും എല്ലാം കൂടെ തുടങ്ങി. പിന്നെയും ഗൾഫിൽ പോയി. ഇപ്പോൾ ഇതിലേക്ക് ഇറങ്ങിയിട്ടിപ്പോൾ 9-10 വർഷം ആവുന്നു. വൈകി ഇതിലേക്ക് അങ്ങോട്ട് ഇറങ്ങി എല്ലാം കുറച്ച് വൈകിപ്പോയി. അവസാനം നമ്മളൊരു ആ ഒരു പ്രയാസം ഉണ്ടായി. ഈ ചാനൽ നിലമ്പൂർ. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.